ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പലതരത്തിൽ കട്ട്ലേറ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ചീസ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഉള്ളിൽ ചീസ് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഈ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഇതൊന്ന് ഉടച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ ചിക്കൻ ഞാനിവിടെ വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇവ രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. നല്ലപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇതിനകത്ത് ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ അതിന് നമുക്കൊരു ബോളാക്കിയിട്ട് ഇതുപോലെ നടുവൊന്ന് കുഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുഴിയാക്കി എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതായത് പോലെ 1 സ്പൂൺ ചീസ് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫില്ലാക്കാം കേട്ടോ. ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഓൾ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചീസ് വെച്ച് ഫില്ലാക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ആണ്. അതിനായി ഒരു ബൗൾ എടുത്തിട്ട് ഒരു അല്പം മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്കിതിനെ വേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുപോലെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് തിന്നായിട്ടുള്ള സേമിയ കേട്ടോ, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ സേമിയയിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് ക്രംസ് പോലെ പെട്ടെന്ന് സേമിയ അതിൽ പിടിച്ചു കിട്ടില്ല കേട്ടോ. അപ്പൊ കുറച്ചധികം സമയം എടുത്ത് തന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ വശവും അങ്ങനെ സേമിയ കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നല്ല കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തന്നെ പൊതിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ സേമിയ നിന്ന് വിട്ടുപോരും കേട്ടോ.
അപ്പൊ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഒരു സേമിയയിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ സേമിയയിൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ സേമിയ എടുത്തത്. അപ്പൊ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ കട്ട്ലേറ്റും വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും ഇതുപോലെ ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ടാ. എങ്കിൽ മാത്രമാണ് സേമിയയും പിന്നെ നമ്മൾ മൈദയിലാണല്ലോ കോട്ട് ചെയ്തെടുത്തത്, അത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഉള്ളിൽ ചീസൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ ആണ് കേട്ടോ. ഇതുപോലെ സോസ് മുക്കി കഴിക്കാൻ അടിപൊളിയാണ്. ഇത് പുറവശം നല്ല ക്രിസ്പി ആയിട്ടും അകവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഉള്ളത് നമുക്കിങ്ങനെ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ ബൈ.